ടൗണിൽ നിന്ന് മാറി നമ്മുടെ നാട്ടിൻ പുറത്ത് കുറച്ചുള്ളിലായിട്ട് പേര് പോലെ തന്നെ ഭംഗിയായ ഒരു കുഞ്ഞു വെള്ളച്ചാട്ടം കാണാനാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അതെ, ഇരപ്പിൻകൂട്ടം വെള്ളച്ചാട്ടം. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യാത്രാമോഹി. വലിയ അപകടങ്ങളൊന്നും ഇല്ലാത്തൊരു വെള്ളച്ചാട്ടം എന്നാണ് കേട്ടോ പറയപ്പെടുന്നത്. എന്നാൽ നമുക്ക് പരിചയമില്ലാത്ത സ്ഥലമാണ്, തീർച്ചയായിട്ടും നമ്മൾ ചെല്ലുമ്പോൾ സൂക്ഷിക്കണം. ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് വരാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. നമുക്ക് വേറെ ശല്യങ്ങളൊന്നും ഇല്ലാതെ എത്ര നേരം വേണമെങ്കിലും അവിടെ നമുക്ക് ചെലവഴിക്കാവുന്നതാണ്. പിന്നുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡോ നിങ്ങൾ വല്ല സ്നാക്സോ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കൊണ്ടുവരുവാണെങ്കിൽ ഫുഡ് വേസ്റ്റും ഈ പ്ലാസ്റ്റിക് കവർ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും അവിടെ ഇടരുത് എന്നുള്ളൊരു പ്രത്യേക നിർദ്ദേശമുണ്ട് കേട്ടോ. ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ രണ്ട് സൈഡിൽ നിന്ന് വരുന്ന വളരെ ചെറിയ രണ്ട് അരുവികൾ ചേരുന്ന ഭാഗത്തായിട്ടാണ് കേട്ടോ ഈ ഒരു വെള്ളച്ചാട്ടം ഉള്ളത്. ഈ രണ്ട് അരുവികൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും മനസ്സിലാവത്തില്ല ഇത്രയും ഭംഗിയുള്ള ഒരു വെള്ളച്ചാട്ടത്തിലാണ് ഇത് ചെന്ന് നിൽക്കുന്നത് എന്ന്. പേര് പോലെ തന്നെ ഉള്ളൊരു വെള്ളച്ചാട്ടം തന്നെയാണ് കേട്ടോ. നമ്മൾ ഈ ഏകദേശം ഈ വെള്ളച്ചാട്ടത്തിന് അടുത്തൊക്കെ എത്താറാകുമ്പോഴത്തേക്ക് ഭയങ്കര സൗണ്ടാണ്. ഭയങ്കര സൗണ്ട് എന്ന് വെച്ചാൽ നല്ല സൗണ്ടാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ ഇരപ്പിൻകൂട്ടം എന്നുള്ളൊരു പേര് വന്നത്. പേര് പോലെ തന്നെ ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. നമ്മളൊരു ചെറിയ കാട്ടിനുള്ളിൽ വന്നൊരു ഫീലാണ് ഇവിടെ നിൽക്കുമ്പോൾ. ഇതാണ് വെള്ളം വരുന്ന ഒരു സൈഡ്, ഈ ഭാഗം അതിന് ഓപ്പോസിറ്റും. ഇത് ചേർന്നൊഴുകി പോകുന്ന ഭാഗമാണ് ഇനി നമ്മൾ കാണുന്നത്. ഇനി ലൊക്കേഷൻ പറഞ്ഞുതരാം. കൊല്ലം ഓടനാവട്ടത്ത് നിന്ന് അമ്പലംകുന്ന് പോകുന്ന വഴിയിലാണ് കേട്ടോ. മെയിൻ റോഡിൽ നിന്ന് മാറി ഒരു 300 മീറ്റർ ഉള്ളിലോട്ടായിട്ടാണ് ഈ വെള്ളച്ചാട്ടം ഉള്ളത്. മെയിൻ റോഡിൽ തന്നെ ഒരു ബോർഡ് വെച്ചേക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും കാത്തിരിക്കുക. ഞാൻ യാത്രാമോഹി. ബൈ.